കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ലയാണ് പത്തനംതിട്ട. പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയും തിരുവല്ല പട്ടണവും റബ്ബർ പ്ലാന്റേഷൻസും വുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസും കൊണ്ട് ധനികമായ ഒരു ജില്ലയാണ്. ധാരാളം ഈർച്ചമില്ലുകളും ഇവിടെയുണ്ട്. അതുപോലെ കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനമായി പത്തനംതിട്ട ജില്ല അറിയപ്പെടുന്നു. ശബരിമല അയ്യപ്പ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന സ്ഥലമായി ശബരിമല അയ്യപ്പ ക്ഷേത്രം അറിയപ്പെടുന്നു. അതിനു പുറമെ ക്രിസ്ത്യാനികളുടെ മാരമൺ കൺവെൻഷൻ വർഷം തോറും ഇവിടെ വെച്ച് നടത്തുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന സമ്മേളനമാണ് മാരമൺ കൺവെൻഷൻ. പണ്ട് പത്തനംതിട്ട വളരെ ചെറിയൊരു ഗ്രാമമായിരുന്നു. 10 നായർ കുടുംബങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ കോവിൽ നദിയുടെ കരയിൽ താമസിച്ചിരുന്ന ഈ 10 നായർ കുടുംബങ്ങൾ പിന്നീട് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയും ഇതൊരു വലിയ സെറ്റിൽമെന്റായി മാറുകയും ചെയ്തു. കാരണം ഇവിടെ നല്ല ഫലഭൂയിഷ്ഠമുള്ള മണ്ണാണ്, നെൽകൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് ഇവിടെ സെറ്റിൽ ചെയ്ത ആളുകൾ കണ്ടെത്തി. എന്ന് മാത്രമല്ല, സൈറോ മലബാർ ചർച്ച് ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ സ്ഥാപിക്കുകയും ധാരാളം മിഷണറിമാരെ ഈ പ്രദേശത്തേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ഹിന്ദുക്കൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും പത്തനംതിട്ട ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലയായി മാറുകയും ചെയ്തു. മിഷണറീസ് ഇവിടെ റബ്ബർ പ്ലാന്റേഷൻസ് തുടങ്ങി. അങ്ങനെ കൂടുതൽ ആളുകൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പത്തനംതിട്ടയിൽ സെറ്റിൽ ചെയ്തു. കാരണം ഭൂമിക്ക് വളരെ വില കുറവായിരുന്നു. ഇവിടെ കൃഷി ചെയ്താൽ ലാഭമുണ്ടാക്കാൻ എളുപ്പവുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പഴയ ഹിന്ദു സംസ്കാരം ഇപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു കേന്ദ്രമാണ് പത്തനംതിട്ട ജില്ല. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നായർ സമുദായത്തിന്റെ കുട്ടിരാജ്യങ്ങളെ മുഴുവൻ പിടിച്ചെടുക്കുകയും നായർമാരെ സ്വന്തം പട്ടാളത്തിൽ ചേർക്കുകയും ചെയ്തു. പിന്നീട് ഫോറസ്റ്റ് ഏരിയ കൂടുതലുള്ളതുകൊണ്ടും റോ മെറ്റീരിയൽ ലഭ്യത കൂടുതലായതുകൊണ്ടും പുനലൂർ പേപ്പർ മിൽ തുടങ്ങിയ ഫാക്ടറികൾ ഇവിടെ സ്ഥാപിച്ചു. ധാരാളം ക്രിസ്ത്യൻ സ്കൂളുകളും കോളേജുകളും ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളുകൾ താമസിക്കുന്ന ജില്ലയായി പത്തനംതിട്ട അറിയപ്പെട്ടു. പത്തനംതിട്ട ജില്ലക്കാർ ധാരാളമായി അമേരിക്കയിലും യൂറോപ്പിലും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ NRI ഹബ്ബായി അറിയപ്പെടുന്നു. കോഴിക്കോടും കണ്ണൂരും മലപ്പുറത്തും ധാരാളം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും കൂടുതലും കൂലിപ്പണിക്കാരാണ്. പക്ഷെ പത്തനംതിട്ടയിൽ നിന്ന് വിദേശത്ത് പോയ ഭൂരിഭാഗം ആളുകളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും നഴ്സുമാരുമാണ്. കൂലിപ്പണിക്കാർ കുറവാണ്. അതുകൊണ്ട് പത്തനംതിട്ട സമ്പന്നമായ ഒരു ജില്ലയായി മാറി. പല ഭാഷകൾ സംസാരിക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. മലയാളത്തിന് പുറമെ ധാരാളം ആളുകൾ തമിഴ് സംസാരിക്കുന്നു. കാരണം തമിഴ്നാട് വളരെ അടുത്താണ്. തീർത്ഥാടകർ കൂടുതലും സംസാരിക്കുന്നത് തെലുഗു, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളാണ്. അതുകൊണ്ട് കച്ചവടക്കാർക്ക് ഈ ഭാഷകളൊക്കെ സംസാരിക്കാൻ അറിയാം. എന്ന് മാത്രമല്ല, അമേരിക്കയിലും യൂറോപ്പിലും സെറ്റിൽ ചെയ്ത പത്തനംതിട്ടക്കാരുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും ഇംഗ്ലീഷ് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഇവിടെ ധാരാളമായുണ്ട്. റോഡ് വക്കിലുള്ള ബോർഡുകളൊക്കെ 4 ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അതിനു പുറമെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലെ കാലാവസ്ഥ കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമല്ല. പക്ഷേ മഴ കൂടുതലാണ്. 9 മാസവും മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ അല്പം തണുപ്പ് കൂടുതലാണ്. മൂടൽമഞ്ഞും കോടമഞ്ഞും ഒക്കെ ഉണ്ടാവാറുണ്ട്. സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് ടൂറിസ്റ്റ് സീസൺ. ശബരിമലയിലെ മണ്ഡലപൂജ നവംബർ 16 മുതൽ ജനുവരി പകുതി വരെയാണ്. ഈ സമയത്താണ് കൂടുതൽ ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് തീർത്ഥാടകർ, ഒരു മഹാപ്രവാഹം പോലെ ഇവിടെ എത്തിച്ചേരുന്നത്. ഈ സമയത്ത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തു നിന്ന് ധാരാളം തീവണ്ടികൾ, ശബരിമല ശാസ്താവിന്റെ ഫോട്ടോഗ്രാഫ് വെച്ച തീവണ്ടികൾ തിരുവല്ല സ്റ്റേഷനിലും ചെങ്ങന്നൂർ സ്റ്റേഷനിലും എത്തിച്ചേരുന്നു. ഈ 2 റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ശബരിമലയിലേക്ക് നിലക്കൽ പാർക്കിംഗ് സ്റ്റേഷൻ വരെ ബസ് ലഭിക്കും. ഓരോ 2 മിനിറ്റിലും ബസ് ലഭിക്കും. അത്രയധികം യാത്രക്കാരുണ്ടാവും. എന്ന് മാത്രമല്ല, ധാരാളം ഷോപ്പുകളും റെസ്റ്റോറന്റുകളും ലോഡ്ജുകളും ആ സമയത്ത് ഉയർന്നു വരും. കേരള ഗവൺമെന്റ് കൂടുതൽ പോലീസുകാരെയും ഈ സമയത്ത് വിന്യസിക്കാറുണ്ട്. ബോംബെയിൽ നിന്നും മദിരാശിയിൽ നിന്നും നേരിട്ട് ബസ് സർവീസും ഉണ്ട് ഈ സമയത്ത്. സമുദ്രനിരപ്പിൽ നിന്ന് 468 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല ക്ഷേത്രം നിലക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് 4.5 കിലോമീറ്റർ ട്രക്കിംഗ് നടത്തിയാലേ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. വളരെ ലിബറലും സെക്യുലറുമായ ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ഇവിടെ ജാതി വ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല. എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 12 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനം നിഷേധിച്ചിട്ടുള്ളൂ.
ശബരിമലയിൽ വരുന്നതിന് മുമ്പ് 7 ദിവസത്തേക്ക് മദ്യപിക്കുവാനോ സിഗരറ്റ് വലിക്കുവാനോ പാടില്ല. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുവാനോ സുഗന്ധലേപനങ്ങൾ പുരട്ടുവാനോ സിൽക്ക് വസ്ത്രങ്ങൾ ധരിക്കുവാനോ പാടില്ല. ചെരുപ്പ് ധരിക്കുവാനോ കളർ വസ്ത്രങ്ങൾ ധരിക്കുവാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനോ മുടി മുറിക്കുവാനോ പാടില്ല. ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്നും നിർബന്ധമുണ്ട്. ക്രിസ്ത്യാനികളുടെ സെയിങ് ഗ്രേസ് പോലെയാണ് ഈ ചടങ്ങ്. തേങ്ങയും നെയ്യും അരിയും പഴവും നിറച്ച ഒരു ഇരുമുടി കെട്ടും കൊണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന മന്ത്രവുമായി തീർത്ഥാടകർ ശബരിമലയിലേക്ക് ഒഴുകുന്നു. കോടിക്കണക്കിന് ആളുകൾ വന്നാലും ഒരു ഇല പോലും പറിക്കുവാൻ അനുവാദമില്ല. കാരണം ശബരിമല അയ്യപ്പന്റെ തോട്ടമായ ഈ വനം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് തീർത്ഥാടകർ വിശ്വസിക്കുന്നു. ഈ തീർത്ഥാടനത്തിന്റെ അവസാനം 18 സ്വർണ്ണ പടികളിൽ അവസാനിക്കുന്നു. അതുപോലെ വേറെയും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് പത്തനംതിട്ട ജില്ലയിലുണ്ട്. നിലക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ്. അതുപോലെ സെയിന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് ചർച്ച് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. എല്ലാ വർഷവും ഡിസംബറിൽ ഇവിടെ ഒരു രാസ ഉത്സവം നടക്കാറുണ്ട്. അതുപോലെ ഓമല്ലൂർ രക്തകട സ്വാമി ടെമ്പിൾ എല്ലാ വർഷം ഏപ്രിലിൽ ഒരു ഫെസ്റ്റിവൽ നടത്തും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൽ 10 ആനകൾ അണിനിരക്കുന്ന ഒരു ജാഥയുമുണ്ട്. അതുപോലെ തിരുവല്ല ശ്രീ വല്ലഭ ടെമ്പിൾ വൈഷ്ണവ രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഒരു വലിയ വേദിക് സ്കൂളും താന്ത്രിക പഠന സൗകര്യവും ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരവും കഥകളി ഷോയുമുണ്ട്. അതുപോലെ പന്തളം പാലസ് സ്വാമി അയ്യപ്പന്റെ പഴയ വീടായിരുന്നു. ഈ കൊട്ടാരത്തിനകത്ത് വലിയൊരു ക്ഷേത്രവുമുണ്ട്. നിരണം ചർച്ച് ക്രിസ്ത്യൻ തീർത്ഥാടകരെ ആകർഷിക്കുന്നു. പുണ്യവാളനായ സെയിന്റ് തോമസ് ഉണ്ടാക്കിയ ആദ്യത്തെ ചർച്ചാണ് നിരണം ചർച്ച്. അതുപോലെ ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ വളരെ ശാന്തവും സ്വൈരമുള്ളതുമായ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് പമ്പാ നദിയുടെ നല്ല വ്യൂസും ലഭിക്കും. അതുപോലെ കക്കി റിസർവയർ വനത്തിനുള്ളിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ചുറ്റുഭാഗത്തുമുള്ള വനപ്രദേശങ്ങളിൽ ധാരാളം കടുവകളും ആനകളുമുണ്ട്. കോന്നി എലിഫന്റ് സാങ്ച്വറിയും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ആനകളെ പരിശീലിപ്പിക്കുന്ന മരം കൊണ്ടുള്ള ആനക്കൂടുകൾ ഇവിടെ കാണാൻ പറ്റും. പത്തനംതിട്ടയിൽ നിന്ന് 11 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ ഒരു എലിഫന്റ് ട്രെയിനിങ് കോളേജും എലിഫന്റ് റിസർച്ച് സെന്ററുമുണ്ട്. അതുപോലെ പെരും തേനരുവി വെള്ളച്ചാട്ടം ചെറുതാണെങ്കിലും മനോഹരമായ വെള്ളച്ചാട്ടമാണ്. പിക്നിക് സ്പോട്ടായി അറിയപ്പെടുന്നു. അതുപോലെ കവിയൂർ റോക്ക് ടെമ്പിൾ തമിഴ്നാട് ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഹനുമാനാണ് ഇവിടെ പ്രതിഷ്ഠ. അതുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം കുരങ്ങന്മാരെ സംരക്ഷിച്ചിട്ടുമുണ്ട്. ശബരിമല സീസണിൽ ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കോഫി ഷോപ്പുകളും പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ഉണ്ടാക്കാറുണ്ട്. മറ്റു ചില റെസ്റ്റോറന്റുകൾ കൊല്ലം മുഴുവൻ പ്രവർത്തിക്കുന്നു.